റിയലിസം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ് ഇത്. റൊമാൻസിസം 18ഉം 19ഉം നൂറ്റാണ്ടിൽ ഏറ്റവും നന്നായി പുഷ്ടിപ്പെടുന്ന സമയമാണ്. ഇതേ കാലഘട്ടത്തിൽ, അതായത് 19ആം നൂറ്റാണ്ടിൽ തന്നെ കടന്നു വന്ന മറ്റൊരു പ്രസ്ഥാനമാണ് റിയലിസം എന്നുള്ളത്. ഇതിൽ റിയൽ ആ വാക്കിൽ നിന്ന് സൂചിപ്പിക്കുന്ന അതേ അർത്ഥം തന്നെ, യാഥാർത്ഥ്യവുമായി ചേർന്ന് നിൽക്കുന്നത് അതാണ്. അതായത് ക്ലാസിസം ഫോളോ ചെയ്യുന്ന അവരെന്താണ് ചെയ്യുന്നത്? ജീവിതത്തെ അവരുടെ ഭാവനയിലൂടെ മാത്രം കണ്ട് പുനർനിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ റിയലിസ്റ്റുകളാവട്ടെ ജീവിതം എന്താണോ അതിനെ അതുപോലെ തന്നെ ചിത്രീകരിക്കാൻ കഠിനമായി പ്രയത്നിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഒരു കാര്യമെന്ന് പറയുന്നത്, ഒരേ വസ്തുവിനെ പറ്റി സത്യസന്ധമായി ചിത്രീകരിക്കാൻ പലരോടായി ആവശ്യപ്പെടുകയാണ്. റിയലിസം ഫോളോ ചെയ്യുന്നവരോട് ആവശ്യപ്പെട്ടാൽ അവർ ഓരോരുത്തരും നൽകുന്ന ചിത്രീകരണം ഒരിക്കലും ഒരുപോലെ ആയിരിക്കില്ല, വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ റിയലിസം എന്നത് പിന്നീട് പല ശാഖകളായി വേർപിരിയുന്നതും കാണാം. അതിൽ പ്രധാനപ്പെട്ടത് നാച്ചുറലിസം, ക്രിട്ടിക്കൽ റിയലിസം, സോഷ്യലിസ്റ്റ് റിയലിസം എന്നീ ശാഖകളിലേക്ക് വളരുന്നതായി കാണാം. റിയലിസം എങ്കിലും അതിൽ വ്യത്യസ്ത രീതിയിലുള്ളതുകൊണ്ട് അത് ഉപശാഖകളായി മാറുന്നതായി കാണാവുന്നതാണ്.